മകളെ എങ്ങനെ രക്ഷിച്ചെടുക്കാമെന്ന് തല പുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള പൊതുസമൂഹത്തിന് മുമ്പാകെ ഉയർന്നു കേൾക്കുന്ന ഏറ്റവും വലിയൊരു ചോദ്യമാണ്, എന്ന് അറസ്റ്റിലാകും വീണ? അത് സംഭവിക്കുമോ? ഏപ്രിൽ 21 ഈ വരുന്ന 21 വീണ വിജയൻ എന്ന വീണ തൈക്കണ്ടി അറസ്റ്റിലാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. 2, എങ്ങനെ മകളെ രക്ഷിക്കാം എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു അച്ഛൻ എന്ന രീതിയിലെന്ന് ഇപ്പോൾ പറഞ്ഞു. അത് തന്നെയാണ് സംഭവിക്കുന്നത്. ക്ലിഫ് ഹൗസിൽ ഒരു കൂട്ടം വക്കീലന്മാർ ഒക്കെ വന്ന് ഇപ്പോൾ എങ്ങനെ ഈ കേസിൽ നിന്ന് തടി ഊരാം എന്നതിൻ്റെ കൂലങ്കഷമായ ചിന്തയും ചർച്ചയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു പഴയ മുൻകടം അത് പിൻകടമായി വരുന്നതാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കണം. പറയും. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. കാരണം പ്രകൃതിക്കൊരു നിയമമുണ്ട് എന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. അതായത് ചെയ്ത കർമ്മത്തിന്റെ ഫലം എന്നായാലും അനുഭവിക്കുക തന്നെ വേണം. ബഹുമാനപ്പെട്ട സഖാവ് പിണറായി വിജയനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പാപത്തിന്റെ കറകള് അദ്ദേഹത്തിന് നേരെ ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പലരും അത് പറയുകയും ചെയ്യുന്നുണ്ട്. TP ചന്ദ്രശേഖരൻ ഒരു വലിയൊരു ഉദാഹരണമായിട്ട് അവിടെ നിൽക്കുകയാണ്. വലിയ കുടീരത്തിൽ പിണറായിയെ താഴെ ഇറക്കാൻ TP തന്നെ തിരിച്ചു വരും, അല്ലെങ്കിൽ TP ഉയർത്തെഴുന്നേൽക്കും എന്നൊക്കെയാണ് കേൾക്കുന്നത്. അവിടെ ഒഞ്ചിയത്ത് ഒരമ്മയുണ്ട് ഈ പ്രതികാരം വീട്ടുവാൻ വേണ്ടിയിട്ട്. ആ പ്രതികാരത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് മകളെ ഇടി കൊണ്ടുപോകുമോ, മുഖ്യമന്ത്രി താഴെ വീഴുമോ എന്നാണ് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത് മെയ് 4 അല്ലെ? മെയ് 4 ഒഞ്ചിയത്ത് TP മരണപ്പെടുന്നത്. TP മരിക്കുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് TPയുടെ കൂടെ ദേശാഭിമാനി പത്രത്തിന്റെ ഒരു പ്രാദേശിക ലേഖകനോ അങ്ങനെ ആരോ TPയുടെ കൂടെ ഉണ്ടായിരുന്നു. TP അയാളെ ബൈക്കിൽ നിന്ന് ഇറക്കിയതിനു ശേഷം TP അയാളോട് പറഞ്ഞിരുന്നു, നീ പൊയ്ക്കോ, എൻ്റെ ചുറ്റും കണ്ണുകളുണ്ട്, എന്നെ ആരെങ്കിലും ഒക്കെ വെട്ടി വീഴ്ത്താൻ സാധ്യതയുണ്ട്, നീ എന്തിനാ അതിൻ്റെ ഇടയിൽ നിൽക്കണം, നീ പൊയ്ക്കോ എന്ന് ആ ചെറുപ്പക്കാരനെ ഇറക്കി വിട്ടിട്ടാണ് TP പോയത്. TPക്ക് മനസ്സിൽ ജി ശക്തിധരൻ എഴുതിയിരിക്കുന്നതാണ്, ഫേസ്ബുക്കിൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു പോസ്റ്റാണ് നീ പറയുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ നാട്ടിലെ ഒരു ദേശാഭിമാനിയിലെ ഒരു പ്രാദേശിക ലേഖകൻ, അദ്ദേഹത്തിന്റെ കൂടെ ദേശാഭിമാനിയിലെയോ ഏതോ ദിനപത്രത്തിലെ ഒരു പ്രാദേശിക ലേഖകൻ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഈ വെട്ട് കിട്ടുന്ന സ്ഥലം കാര്യം അറിയുന്ന ആളാണ് ശക്തിധരൻ. അത് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിട്ടുണ്ട്. ജി ശക്തിധരൻ നീണ്ട കാലം ദേശാഭിമാനിയിലെ ലേഖകനായിരുന്ന ഒരാളാണ്. അപ്പോൾ ജി ശക്തിധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന സംസാരത്തിൽ അദ്ദേഹം കുറിച്ച കുറെ വാക്കുകളാണ് ഇപ്പൊ അല്പം മുമ്പ് ഗൗതം സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ ആ വാക്കുകളിൽ അദ്ദേഹം പറയുന്നത് ശരിയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: നാളിതുവരെ പിണറായി വിജയൻ എന്ന നേതാവ് ഇപ്പൊ TPയെ 51 വെട്ടാണ് വെട്ടിയിരിക്കുന്നത്. ആ 51 അദ്ദേഹത്തിന്റെ മുഖം പോലും കാണാൻ പറ്റാതെ. അപ്പൊ ആ TP എന്ന രാഷ്ട്രീയക്കാരനെ CPM-ൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിയെ കൊല ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ അമ്മയുടെ വേദന. അദ്ദേഹം മെയ് 4 മരണപ്പെടുന്നത്. അപ്പൊ ഈ മെയ് 4 മെയ് 4 ഇനി ദിവസങ്ങൾ മാത്രം. അപ്പോൾ TPയുടെ ആത്മാവ് വിടാതെ വേട്ടയാടുകയാണോ പിണറായിയെയും കുടുംബത്തെയും എന്നാണ് ചോദ്യം. വായിക്കും. മകൾ വീണ പ്രോസിക്യൂഷന് ഇരയായതോടെയാണ് ഒരച്ഛന്റെ പരിഭ്രാന്തിയും ഉൾക്കിടലവും എന്തെന്ന് മനസ്സിലായത്. തീർച്ചയായിട്ടും വിഹ്വലതയാർന്ന ആ മുഖത്ത് ഘനീഭവിച്ചു നിന്നത് നൊമ്പരമാണോ പ്രതികാരാഗ്നിയാണോ? എൻ്റെ രക്തമാണ് നിങ്ങൾക്ക് വേണ്ടത്, അത് എളുപ്പം കിട്ടില്ല എന്ന പഞ്ച് ഡയലോഗ് ഇന്നലെ സന്ധ്യയ്ക്ക് പത്രസമ്മേളനത്തിൽ പിണറായി വിജയന്റെ നാവിൽ നിന്ന് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ഹൃദയാലുവിനോടുള്ള സ്നേഹം ഒന്നാളിയോ അറിയില്ല. ഏത് കഠിന ഹൃദയനും ആ വാക്കുകൾക്ക് മുമ്പിൽ വിതുമ്പിപ്പോകും. 2 ദശാബ്ദം മുമ്പ് ദേശാഭിമാനിയിലെ ജോലി എനിക്ക് ഇനി വേണ്ട എന്ന് എഴുതി കൊടുത്ത് പാർട്ടിയുടെ തിട്ടൂരം ലംഘിക്കുന്ന എന്നെ പാർട്ടി സംഘടനാ തത്വം അനുസരിച്ച് തന്നെ പുറത്താക്കിക്കൊള്ളുക എന്ന് പിണറായി വിജയന് രേഖാമൂലം ബഹുമാന്യപൂർവം കത്തുകൊടുത്ത് എന്നെ കുലംകുത്തിയുടെ പട്ടികയിൽപ്പെടുത്തി കളമശ്ശേരി ടൗണിൽ അധിക്ഷേപിച്ചു. ഇത്രയും കാലമായിട്ട് തൊഴിലാളി വർഗത്തിന് വേണ്ടി ഇത്രയും കാലമായിട്ട് തൊഴിലാളി വർഗത്തിന് വേണ്ടി ശബ്ദിക്കാൻ ഒരു ചുണക്കുട്ടിയെ ദേശാഭിമാനിയിൽ കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ?
നീയെല്ലാം EMS കെട്ടിപ്പടുത്ത ഈ പത്രം ഉപയോഗിച്ച് എത്ര കോടികൾ വിഴുങ്ങി. പ്രകൃതി വിരുദ്ധത്തിന് വഴങ്ങി രാപ്പനി അനുഭവിച്ച് ശീലിച്ചവർ എന്തൊക്കെ നേടി. പക്ഷെ ഒരമ്മ മെയ് 4 ഓർമ്മകളുമായി ഒഞ്ചിയത്തെ ബലികുടീരത്തിൽ കാവലിരിക്കുന്നു. നൊന്ത് പെറ്റ മകൻ ആ ദിവസം തനിക്കായി ഈ ബലിപീഠത്തിൽ ഉയർത്തെഴുന്നേറ്റു വരും. അതിനി വളരെ കുറച്ച് ദിവസങ്ങൾ കണ്ണിമ വെട്ടാതിരുന്നാൽ മതിയല്ലോ. ആ ദുഷ്ടന്മാർ എൻ്റെ മകനെ കശാപ്പ് ചെയ്തപ്പോൾ മകന്റെ മുഖം 51 മാംസപിണ്ഡങ്ങളാക്കി വെട്ടി വെട്ടി നുറുക്കിയത് അത് ചേർത്ത് വെച്ചാൽ പെറ്റമ്മയ്ക്ക് പോലും തിരിച്ചറിയാതിരിക്കണമെന്ന് കാരണഭൂതന് വാക്കുകൊടുത്ത് അതിൻ്റെ പ്രതിഫലം കൂടി കണക്ക് പറഞ്ഞ് കുഞ്ഞനന്തൻ വാങ്ങിയിരുന്നത് കൊണ്ടാണത്രേ. തുടങ്ങിയ രീതിയിൽ പോകുന്നു ആ പോസ്റ്റിലെ വാക്കുകൾ. അതായത് ഇതിൽ നമുക്ക് പറയാനുള്ളത്, പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരൻ ഇന്നിപ്പോൾ ഇവിടം വരെ ഒരു മുഖ്യമന്ത്രി പദത്തിൽ 3 ടേം അദ്ദേഹം പാർട്ടി സെക്രട്ടറിയായി, ശേഷം അദ്ദേഹം 2 ടേം ഇപ്പോൾ മുഖ്യമന്ത്രിയായി. അപ്പോൾ അദ്ദേഹം എന്ന നേതാവിന് അദ്ദേഹത്തിൻ്റെ വളർച്ചയ്ക്ക് അദ്ദേഹം ആരെയെല്ലാം പാർട്ടി ഉപയോഗിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചു. അതായത് അദ്ദേഹം ആരെയെല്ലാം വെട്ടി. രാഷ്ട്രീയത്തിൽ അങ്ങനെയാണല്ലോ. അദ്ദേഹം അങ്ങനെ CPM ഈ പറയുന്ന പോലെ ഉന്മൂലനാശം, അതായത് പാർട്ടിയിൽ നിന്ന് പോകുന്നവരാരായാലും അവനെ ഉന്മൂലനാശം ചെയ്യുക എന്നൊരു അവരുടെ ഒരു തീരുമാനമുണ്ട്. അതായത് എൻ്റെ നാട്ടിൽ, എൻ്റെ ഓർമ്മയിൽ, ഞാൻ വളർന്ന എൻ്റെ ഗ്രാമത്തിൽ, എൻ്റെ ഓർമ്മയിൽ ഞങ്ങൾ അറിയുന്ന ഒരാൾ CPI എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് അദ്ദേഹം മാറി, കോൺഗ്രസ്സിലേക്ക് പോകുന്നു. അത് വർഷം 1980 എൻ്റെ 4ാം ക്ലാസ് പഠന കാലത്തൊക്കെയാണ്, 1980 ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ആ മനുഷ്യനെ രാത്രിക്ക് രാത്രി ആ ഗ്രാമത്തിൽ ഏതാണ്ട് എല്ലാവരുടെയും പൊതുസ്വത്തായി, ഒരു ഗ്രാമത്തിന് പൊതുസ്വത്തായി ഒരു വ്യഭിചാരി കാണും, അതായത് ഒരു വേശ്യ കാണും, പിന്നെ വേറെ പലതും കാണും. ഒരു ഗ്രാമത്തിന് ഒരു കള്ളൻ, വ്യവസ്ഥാപിത കള്ളൻ ഉണ്ടാവും, ഒരു വേശ്യ ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവരും വരുന്ന ആ വേശ്യയുടെ അടുത്ത് ഇദ്ദേഹം ചെല്ലുമ്പോൾ ഇദ്ദേഹത്തിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. ഇന്നലെ വരെ അദ്ദേഹത്തോടൊപ്പം നടന്നിരുന്ന പാർട്ടി പ്രവർത്തകർ, അദ്ദേഹം മരണപ്പെട്ടുപോയി, ഈ പറയുന്ന ആൾ മരണപ്പെട്ടുപോയി. ഇത് ആക്രമിച്ച ആൾ അദ്ദേഹത്തിൻ്റെ അടുത്ത കൂട്ടുകാരനാണ്. അപ്പം ഞാൻ പറയുന്നത് CPI ആണെന്ന്, CPIയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയി. അപ്പോൾ ഉന്മൂലനാശം ചെയ്യുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു അന്നും ഇന്നുമൊക്കെ, ഇന്നാണ് കുറച്ചെങ്കിലും മാറ്റം ഉണ്ടായത്. എന്നിട്ടുമുണ്ട്. നമ്മൾ ഈ കണ്ണൂരൊക്കെ അടുത്തിടയ്ക്ക് കണ്ടു, CPM വിട്ട് BJPയിലേക്ക് പോയ ഒരു ചെറുപ്പക്കാരനെ കൊന്ന്. അങ്ങനെയുള്ള ഉന്മൂലനാശം ചെയ്ത നിരവധി ചെറുപ്പക്കാർ, നിരവധി ജീവനുകളിൽ ഒന്നാണ് TP. അപ്പോൾ താനെന്ന് പറയുന്ന ഈ പിണറായി വിജയൻ എന്ന നേതാവിന്റെ വളർച്ചയ്ക്ക് ഏതൊക്കെ അദ്ദേഹത്തിന്റെ ചവിട്ടുപടികളിൽ എവിടെയൊക്കെ അദ്ദേഹം ചെയ്ത പാപമുണ്ടോ ആ പാപത്തിന്റെ പാപക്കറ അദ്ദേഹത്തിന് എല്ലാം ഒരുമിച്ചതാ ഇപ്പം സ്വന്തം മകളിലൂടെ അദ്ദേഹത്തിന് അദ്ദേഹം കഴുകിക്കളയേണ്ടി വരുന്നു. അതായത് അദ്ദേഹം ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു ഉത്തരമാണ് ഇപ്പൊ ഈ വരുന്ന ഈ ഏപ്രിൽ 20 മകളെ അറസ്റ്റ്. കാര്യം നമ്മൾ പറയുന്ന പോലെ അദ്ദേഹം നിർമ്മല സീതാരാമനെ കാണാൻ പോയിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? അദ്ദേഹത്തിന് നിതിൻ ഗഡ്കരിയെ പരിചയമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് മാറ്റം വന്നു തുടങ്ങിയത് എന്ന് മുതലെന്ന് വെച്ചാൽ രാജീവ് ചന്ദ്രശേഖർ ഈ പറയുന്ന പോലെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായി വന്നിട്ട് ദിവസങ്ങളാകുന്നതിന് മുമ്പാണ് ഇത് വന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു മാസം കൂടെ രാജീവ് ചന്ദ്രശേഖർ ഈ പഞ്ചായത്ത് ഇലക്ഷൻ കൂടെ കഴിഞ്ഞോട്ടെ, പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് എന്തായാലും ഈ അറസ്റ്റ് നാടകം ഒക്കെ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രാജീവ് ചന്ദ്രശേഖർ ഒരു 3 മാസം ഈ സീറ്റിൽ ഇരുന്നൊന്ന് പോയിക്കോട്ടെ, ഇദ്ദേഹത്തിനിടയിൽ ദല്ലാളന്മാരൊക്കെ തന്നെ വരും. കാര്യം പക്ഷെ ഇവിടെ ആരായിരിക്കണം അടുത്ത ഘട്ടത്തിൽ 2026 കേരളം ഭരിക്കേണ്ടത്? അത് ഗൗതം, ഇതില് നമുക്ക് അതുകൊണ്ട് കേന്ദ്രത്തിന് ആരോടായിരിക്കും താല്പര്യം? അപ്പം പിണറായി സംരക്ഷിക്കപ്പെടുമോ? ഗൗതം, ഇതില് എനിക്ക് തോന്നുന്നത് സുരേന്ദ്രൻ ഇരുന്ന പാർട്ടി സെക്രട്ടറി പാർട്ടി പ്രസിഡന്റ് പോലെയല്ല. BJP പ്രസിഡന്റ് ഇപ്പം ഞാൻ പറഞ്ഞു വന്ന അതാണ്. രാജീവ് ചന്ദ്രശേഖർ വന്നിട്ടേ ഉള്ളൂ. രാജീവ് ചന്ദ്രശേഖരന് ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ ദൗത്യം ആ ദൗത്യം തുടക്കമാണ്. അദ്ദേഹത്തിന് ചിലപ്പോൾ ഈ ദല്ലാളന്മാര് ഒക്കെ ഇതിനകത്തുണ്ടല്ലോ. പിണറായി വിജയനെ സംബന്ധിച്ച് പിണറായി വിജയന് എവിടെയും, അതാണ് ഈ CPM ഇപ്പോൾ അദ്ദേഹത്തിന് തലപ്പത്ത് വെച്ചിരിക്കുന്നത്. എല്ലാ സ്ഥലത്തും ആളുണ്ട്. ഇപ്പൊ ഡൽഹിയിൽ ചെന്നാൽ അവിടെയും ആളുണ്ട്. ഇപ്പം ഡൽഹി ഹൈക്കോടതിയിൽ ആളുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഒരിക്കലും നിയമവ്യവസ്ഥയെന്ന് നമ്മൾ പറയുന്നതല്ല. പക്ഷെ എങ്കിലും എവിടെയും ദല്ലാളന്മാർ അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ ദല്ലാളന്മാരുള്ള സ്ഥിതിക്ക് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരന്റെയും മനസ്സ് ചിലപ്പോൾ ഒരു 3 മാസം കഴിയുമ്പോൾ മാറ്റാൻ ഈ പറയുന്ന രാഷ്ട്രീയക്കാരനായ പിണറായിക്ക് കഴിയും. ഈ തുടക്കമായതുകൊണ്ട് തന്നെ മകളുടെ ഈ കേസ് വളരെ ഊർജ്ജത്തോടെ അറസ്റ്റിലേക്ക് തന്നെ പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ കാലത്തിന്റെ ഒരാളുടെ പേര് മറക്കരുത് അയ്യപ്പൻ ചേട്ടാ, ഉമ്മൻചാണ്ടി.
അല്ല, ഉമ്മൻചാണ്ടി എന്നല്ല, CPM ഒരു കാര്യമുണ്ട്. CPM വ്യക്തിഹത്യ എന്ന് പറയുന്നത് വളരെ ഒരു അവരുടെ രാഷ്ട്രീയത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഗതിയാണ്. ഒരു നേതാവിനെ കിട്ടിയാൽ അവരുടെ കുടുംബജീവിതം വരെ കയറിപ്പോയി വ്യക്തിഹത്യ ചെയ്യുന്നത് അവരുടെ ഒരു ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ സോളാർ കേസുമായി ബന്ധപ്പെടുത്തി ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു തരാം. ഞാൻ എൻ്റെ ചാനൽ ജീവനക്കാരൻ, ഞാനൊരു ചാനൽ 4-5ഓളം ചാനലുകളിൽ ജോലി ചെയ്യുന്നവ, ഞാൻ PR വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ PR വർക്കുകൾ ചെയ്യുന്ന അവസരം ഞങ്ങളൊരു സംഘടന ഉണ്ടാക്കി. ഞാൻ അന്ന് ഇന്ത്യ വിഷൻ ന്യൂസ് ചാനലിലാണ് വർക്ക് ചെയ്യുന്നത്. ആ ന്യൂസ് ചാനലിൽ എൻ്റെ ജോലിയുടെ ഭാഗമായി ഞങ്ങളൊരു സംഘടന ഉണ്ടാക്കി. ടെലിവിഷൻ എംപ്ലോയീസ് വെൽഫെയർ അസോസിയേഷൻ എന്ന് പറഞ്ഞ് ഞങ്ങളൊരു സംഘടന ഉണ്ടാക്കി. അന്ന് ഈ സോളാർ കേസിന്റെ കാര്യത്തിൽ നമ്മൾ പറയുന്നത് എഡിറ്റോറിയൽ ടീമുകളെല്ലാം കേൾക്കണമെന്നില്ല. ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ നമുക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകേണ്ടതുണ്ട്, നമുക്ക് ലക്ഷങ്ങളുടെ പേയ്മെന്റ് കിട്ടാനുണ്ട്, നിങ്ങൾ അങ്ങനെ എഴുതരുത് ഇങ്ങനെ എഴുതരുതെന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റും ആരും കേൾക്കില്ല, മറ്റു ചാനലുകളിൽ ആരും കേൾക്കില്ല. അങ്ങേയറ്റം കൈരളി ചാനലിൽ മാത്രം ചിലപ്പോൾ അവരുടെ ഭരണത്തിൽ ഇരിക്കുന്നുണ്ട്, അല്ല കൈരളിയില്ല, ജയ് ഹിന്ദ് ചിലപ്പോൾ അന്ന് കേൾക്കുമായിരുന്നു. ഭരണത്തിൽ ഉമ്മൻചാണ്ടിയാണ്. ഞങ്ങൾ രാവിലെ 5 മണിക്ക് അദ്ദേഹത്തെ കാണാനായി പോകും. ഞങ്ങൾക്കൊരു പേപ്പർ ഒപ്പിടാനുണ്ട്. ഉമ്മൻചാണ്ടി ഞങ്ങളെ ഇങ്ങനെ വിളിക്കും. ഞങ്ങൾ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ എഡിറ്റോറിയൽ ടീമിനോട് പറയൂ, സോളാർ കേസിൽ ഈ പറയുന്നത് ഒന്നും സംഭവിച്ചിട്ടില്ല, അവര് ഈ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ്, അവരോട് നിങ്ങൾ സംസാരിക്കണം എന്ന് ഞങ്ങളോട് അദ്ദേഹം പറയുകയാണ്. ഉമ്മൻചാണ്ടി ഞങ്ങൾ ഈ പേപ്പർ കൊണ്ട് ഒപ്പിടാൻ ചെന്നവർ ഞങ്ങൾ ഒരു നിമിഷം ഐസായി പോയി. കാര്യം ഞങ്ങൾ ഐസായി. കാര്യം ഇങ്ങനെ ഇത്രയും വലിയൊരു മനുഷ്യൻ, നിങ്ങളുടെ എഡിറ്റോറിയലുകാരോട് പറയൂ ഞങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ പറഞ്ഞു, ശരി സാർ, ഞങ്ങൾ പറയാം. ശരി, പേപ്പർ തന്നേക്കും, നിങ്ങൾ പൊയ്ക്കോളൂ. കാരണം അദ്ദേഹം ഞങ്ങളൊരു 2 മിനിറ്റ് ഞങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിന് വന്ന വാചകമാണ്. ഞങ്ങൾ അങ്ങ് ഐസായി പോയി. അപ്പൊ ഇതിൽ ഞങ്ങൾ പറഞ്ഞു വന്നത്, ഞാൻ പറഞ്ഞത് നീണ്ടുപോയി എങ്കിൽ ക്ഷമിക്കുക. അതായത് നമ്മൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഉമ്മൻചാണ്ടി എന്ന നേതാവിനെ വിടാതെ വേട്ടയാടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോൾ ശിവശങ്കരനുമായി ആദ്യം കാണാൻ പോയത് അദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ്. അത് ഓർമ്മയുണ്ടല്ലോ, പ്രതിപക്ഷ നേതാവായിരുന്ന അദ്ദേഹം വരെ അതിശയിച്ചു പോയി. അതാണ് പിണറായി. അപ്പോ അദ്ദേഹത്തിന് ഒരിക്കലും വേദന ഉണ്ടാകാറില്ല അദ്ദേഹം അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിനെ അലട്ടുന്ന ഒരു വിഷയവും ഉണ്ടായിട്ടില്ല, സ്വയം വിമർശനം നടത്താറില്ല. അങ്ങനെയൊക്കെ പറഞ്ഞൊരു വ്യക്തി. അദ്ദേഹത്തിന്റെ മനസ്സ് കാരിരുമ്പിൽ ഉണ്ടാക്കിയതാണോ എന്ന് നമുക്ക് സംശയം ഉണ്ടാകത്തക്ക അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് എന്ന്. അല്ല, ഇത് അദ്ദേഹം വിചാരിക്കുന്നത് എനിക്ക് വേദനിക്കാറില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ പറഞ്ഞിരിക്കുന്ന സംഭവത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയി കഴിഞ്ഞപ്പോൾ മനോരമ നടത്തിയ അഭിമുഖത്തിൽ എനിക്ക് വേദനയില്ല, ഞാൻ അങ്ങനെ ഒന്നും കാര്യം ഇപ്പൊ ഗൗതം പറഞ്ഞ അതേ വാക്ക്. അപ്പോ ഇതിൽ ഇത്രയേ ഉള്ളൂ, നിരന്തരം വേട്ടയാടിയ ഉമ്മൻചാണ്ടി ഒരു VS എന്ന നേതാവിന്റെ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ VS എന്ന നേതാവിന്റെ കാറിൽ കടന്നു കയറി VS-നോടൊപ്പം സഞ്ചരിക്കാൻ കൊതിച്ചു നടന്ന കണ്ണൂരത്തെ ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനായിരുന്നു ഇന്നത്തെ മുഖ്യമന്ത്രി എന്ന് കണ്ണൂരിലെ കമ്മ്യൂണിസം അറിയാവുന്ന എനിക്കറിയാമാണല്ലോ, ഞാൻ പറയുന്നില്ല, നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട്. ആ VS-നെ പിണറായി പിന്നീട് പറഞ്ഞതെല്ലാം നാം കണ്ടതാണ്. ആ മനുഷ്യൻ ഇന്നും ഓർമ്മയും ബോധവും ഒക്കെ കണ്ണീരോടുകൂടി VS കാണാൻ വേണ്ടി പോയി ടിപിയുടെ വീട്ടിൽ. അതെ, അപ്പോ VS ടിപിയുടെ വീട്ടിൽ പോയത് അന്ന് ഇവിടെ വോട്ട് നെയ്യാറ്റിങ്കര ബൈ ഇലക്ഷനിലാണ്. അപ്പൊ VS-നെ നിശ്ചിതമായി വിമർശിച്ചു. ഈ പറഞ്ഞ ടിപിയുടെ വധം ഇങ്ങനെ ഓരോന്നായി ആരെയൊക്കെ അദ്ദേഹം വേദനിപ്പിച്ചോ ആ വേദന അദ്ദേഹം ഇപ്പൊ സ്വന്തം മകളിലൂടെ. നമ്മൾ വേറെയും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അദ്ദേഹം ഒരു കാര്യം ചെയ്യുമ്പോൾ സർവ്വ ലൂപ്പ് ഹോൾ അടച്ചുകൊണ്ടേ അദ്ദേഹം ചെയ്യാറുള്ളൂ. ഈ പറഞ്ഞപ്പോൾ ടിപിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ടോ ഇല്ലയോ എന്നൊക്കെ രമ പറയാതെ പറഞ്ഞിട്ടുണ്ട്. രമ അല്ലെ, അദ്ദേഹത്തിന്റെ വിധവ, അദ്ദേഹത്തിന്റെ അമ്മ ജീവിച്ചിട്ടുണ്ട്, അറിയില്ല, മരണപ്പെട്ടെന്ന് തോന്നുന്നു. ഏതായാലും അമ്മ മരണപ്പെട്ടാലും ആ ശവകുടീരത്തിൽ നിന്ന് ശക്തിധരൻ എഴുതിയിരിക്കുന്ന പോലെ മെയ് 4-ന് ടിപിയുടെ ആത്മാവ് അവിടുന്ന് ഒന്ന് ഉയർന്നു വന്ന് നോക്കും എന്താണ് ഇവിടെ സംഭവിക്കുന്നത്. കാര്യം ഒരു മനുഷ്യന് ഇത്രയധികം ഉന്മൂലനാശം, പാർട്ടിയിൽ നിന്ന് ഒരാൾ പോയാൽ കൊല്ലുക എന്നൊക്കെ ഞാൻ ഉദാഹരണം എൻ്റെ നാട്ടിലെ പറഞ്ഞല്ലോ. അതുപോലെ ഈ പറയുന്ന പോലെ ഒരു മനുഷ്യന് ഇത്രയധികം മാരകമായി കൊല ചെയ്യപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരള ചരിത്രത്തിൽ ഒരിക്കലും നമുക്കിത് മറക്കാൻ പറ്റില്ല. താങ്കളൊരു പേഴ്സണൽ ചോദ്യം ചോദിക്കുകയാണ്, അങ്ങ് ഈ കാരണങ്ങളൊക്കെ കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വെറുത്തിട്ടുണ്ട് അല്ലെ? തീർച്ചയായിട്ടും ഒരു സാമൂഹിക ജീവി എന്ന രീതിയിൽ. കാര്യം ഇടതുപക്ഷ ആശയങ്ങളോട് ഇഷ്ടമില്ലാത്ത ഒരു സാധാരണക്കാരനില്ല. ഒരു സാധാരണക്കാരനാണെങ്കിൽ ജീവിക്കുന്നത് പട്ടുമെത്തയിലല്ല, സുഖലോലുപനല്ല, വായിക്കുകയും അല്പമെങ്കിലും ചിന്തിക്കുകയും കുറച്ചെങ്കിലും ഒക്കെ നമ്മൾ സമൂഹ ജീവി എന്ന രീതിയിൽ പെരുമാറുന്ന ഒരു സാധാരണക്കാരനാണെന്നുണ്ടെങ്കിൽ ഇത് ചിന്തിക്കും, ഈ പാർട്ടിയെ വെറുത്തുപോകും, ഈ പാർട്ടിയെ വെറുക്കപ്പെടും. പക്ഷേ സങ്കടകരമായിട്ട് ഇതും കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പോഴും പക്ഷേ കേരളത്തിലെ വലിയൊരു പൊതുജനം ആഗ്രഹിക്കുന്നു വീണ്ടും പിണറായി തന്നെ
ഭരണത്തിൽ വരണം? ഒരിക്കലുമില്ല. ഇത്രയും അധികം പാപത്തിന്റെ ഭാരം തന്റെ പക്കൽ ഉണ്ടായിട്ടും അതേ പാർട്ടി തന്നെ വീണ്ടും അധികാരത്തിൽ വരണം എന്ന് കേരളത്തിലെ വലിയൊരു പൊതുജനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ പൊതുജനത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല, അതില് ഗൗതം മറ്റൊന്നുമല്ല, പിണറായി വിജയൻ എന്ന അഡ്മിനിസ്ട്രേറ്റർ. അല്ല, നമ്മളിപ്പോ കോൺഗ്രസ് ഒരു കാര്യത്തിൽ നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും, 2026 എന്തുകൊണ്ടും കേരളത്തില് അധികാരത്തിൽ വരാൻ ഏറ്റവും യോഗ്യമായിട്ടുള്ള ഒരു പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. അതിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. പക്ഷേ പൊതുജനത്തിന് മനസ്സിലാവുന്നില്ല. എന്ത് ചെയ്യും? പൊതുജനം മാത്രം മനസ്സിലാക്കിയ പോരാ, അവർക്കൂടെ മനസ്സിലാവണം. ഇപ്പൊ ഗൗതം ചോദിച്ചു എന്തുകൊണ്ട് അദ്ദേഹത്തിനെ വീണ്ടും ഉയർത്തി കാണിക്കുന്നെന്ന്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു കുഴപ്പമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുഴപ്പമില്ല. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേതാവ് ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ അവരുടെ കൂടെ ഈ പറയുന്ന എല്ലാവരും, ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം, ബേബി ഇപ്പൊ ജനറൽ സെക്രട്ടറി ആയി. ഇന്നലെ വരെ ബേബി ഒരു ജില്ലാ കമ്മിറ്റി, ഒരു ജില്ലാ സെക്രട്ടറി പോലും ആയിട്ടില്ല. ഇന്നിനി ബേബിയുടെ കൂടെ ഇവിടുത്തെ സ്റ്റേറ്റ് കമ്മിറ്റിയിലെ ഒരുപാട് പേര് പോകും. പിണറായിയുടെ ശക്തി ക്ഷയിക്കട്ടെ, പിണറായിയെ വിട്ടുപോകും. പിന്നെ എന്തുകൊണ്ട് പിണറായി 2 ടൈമിൽ അദ്ദേഹം ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയതുകൊണ്ട്, ഏറ്റവും അഡ്മിനിസ്ട്രേറ്റർ. ഏതായാലും നമുക്ക് ഈ വിഷയം അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും. എന്തായാലും ഏപ്രിൽ 21 എന്ന് പറയുന്നത് വലിയൊരു ദിവസമാണ്. ആ ദിവസം എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ഇതിലിപ്പം ED ഇപ്പം രേഖകളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ED ആണ് ഇതിൽ വീണയെ പ്രോസിക്യൂട്ട് വിദേശ സമ്പാദ്യത്തിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ. അപ്പൊ നമുക്ക് എന്തായാലും മറ്റു കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ പറയാനുണ്ട്. നമ്മൾ BS-നെ നോവിച്ച കാര്യം പറഞ്ഞു, ഉമ്മൻചാണ്ടി സാറിനെ പറഞ്ഞു, PC ജോർജിനെ നോവിച്ചത് നമ്മൾ പറഞ്ഞില്ല. നമുക്ക് മറ്റൊരു ചർച്ചയിൽ വിശദമായിട്ട് പറയാം.